ഹായ്. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വീട്ടിലായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയി വന്നതിന് ശേഷം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. അപ്പോൾ ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച നേരെ ഏട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ വന്നത്. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ചോറൊക്കെ കൊണ്ടിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പിന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ടൊന്നും പുറത്തൊന്നും വൃത്തിയാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ച് അപ്പോഴത്തേക്കും കുറച്ച് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇവിടെ നിറയെ ചീര മുളച്ചിരുന്നു. ഞങ്ങളിവിടെ അങ്ങോട്ട് പാല് കാച്ചി ഇരിക്കുന്ന സമയത്തൊക്കെ നല്ല ചീരയൊക്കെ മുളച്ചിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉമ്മറ ഭാഗത്തുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ മാത്രമുള്ളതൊക്കെ ഇങ്ങനെ അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ കുറച്ച് കാലം കുറേ കാലത്തിന് ഞങ്ങൾക്ക് ഈ ചീര അവിടെ ആ സൈഡിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനവിടെയൊക്കെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് ഈ സൈഡിലായിരുന്നു അന്ന് ചീര ഉണ്ടായിരുന്നത്. അത് ഞാൻ മുൻപൊരു ഷോർട്സിലിട്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ചീര മുറിച്ചെടുക്കണതും അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ചീരയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ പോണതിന് മുൻപ് അതൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആകെ ഉണങ്ങി നിന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കലും കഴിഞ്ഞിട്ടാണ് കേട്ടോ പുറത്ത് കുറച്ച് പഴയ ബാത്റൂമിൻ്റെ ഭാഗത്ത് കുറച്ച് പൊന്തക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനി ഏതായാലും വന്നിട്ട് ഇനി ശരിയാക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു കേട്ടോ. ഞങ്ങളിതൊക്കെ പാല് കാച്ചുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ഫുൾ ക്ലിയറാക്കി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സ്ഥലം മൊത്തം നല്ല ക്ലിയറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് പുല്ലും വള്ളികളൊക്കെ ആകെ മുളച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഇലയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പൊടുവണ്ണി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അവിടെ ഞാൻ എത്രയോ പ്രാവശ്യം അത് മുറിച്ച് കളഞ്ഞതാണ്. അപ്പോൾ പിന്നെയും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അവിടെ ഞാൻ കുറച്ച് കല്ലുകളൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പഴയ വീടിൻ്റെ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. തറയിൻ്റെയൊക്കെ അങ്ങനെ പണിയെടുത്തതിൻ്റെയൊക്കെ കല്ലുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിയല്ല, ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെയൊക്കെ നിറയെ വള്ളികളാണ്. അതൊക്കെ ഒഴിവാക്കി എടുത്തു കേട്ടോ. അതിനായിട്ടുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഇങ്ങനെ വാഴകളൊക്കെ നല്ല മഴയും കാറ്റൊക്കെ ആയ കാരണം നല്ലോണം 3-4 വാഴ അങ്ങോട്ട് ഒടിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ വീടിൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ അതൊക്കെ മുറിച്ച് അവിടെ കുറച്ച് ഇലയൊക്കെ വെട്ടിയിട്ട് അപ്പുറത്തേക്ക് കളഞ്ഞു കേട്ടോ അതൊക്കെ. അതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. ഞങ്ങൾ അപ്പുറത്തെ റൂം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ചിന്നു ഹരിക്കുട്ടിനും കിടക്കുന്ന റൂമാണ് കേട്ടോ അത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ കടന്ന് തട്ടിക്കുട്ടിയൊക്കെ ഒന്ന് നേരെ വീഡിയോക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ മാറ്റിയതായിരുന്നു. അപ്പം അന്നത് ഒന്ന് വിരിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചു. ആ ജനലിൽ കാണുന്നത് അവരെ ഗിഫ്റ്റുകളൊക്കെയാണ് കേട്ടോ. അവരെ ഗിഫ്റ്റൊക്കെ അവിടെ നല്ല റെഡിയാക്കി അവരിങ്ങനെ വെക്കുന്നതാണ്. നമ്മൾ ഗിഫ്റ്റുകളും കാര്യങ്ങളും ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന ട്രോഫിയും കാര്യങ്ങളൊന്നും വെക്കാൻ ആദ്യം പഴയ വീടായിരുന്ന സമയത്ത് അതിന് വേണ്ടി അനിയേട്ടൻ ഒരു വെക്കാനൊക്കെ ഉള്ളൊരു തട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. പിന്നെ ഈ വീടൊന്നും കൂടി നമ്മൾ ഇനി സെറ്റായിട്ടൊക്കെ റെഡി ആകുമ്പോൾ അപ്പോൾ ഇനി അതൊക്കെ ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അവർ ജനലിൻ്റെ ഭാഗത്തൊക്കെ അത് രണ്ടുപേർക്കും വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം അകൊക്കെ അടിക്കാനൊക്കെ ഉണ്ട്. വിരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടിക്കാനുള്ള ചൂലും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പുറത്തേക്ക്. ഞാൻ അവിടെയൊക്കെ വന്നിട്ടൊക്കെ ഒന്ന് നേരെ വൃത്തിയാക്കിയിട്ടൊന്ന് അടിച്ച് റെഡിയാക്കി. ചിന്നുവിന് ട്യൂഷന് പോയിരുന്നു കേട്ടോ. അവൾ 7:30 ആകുമ്പോഴേക്കും ട്യൂഷന് പോകും. അവൾ പോകുമ്പോഴത്തേക്ക് ചായ കടിയൊക്കെ റെഡിയാക്കിയിട്ട് അവൾ വെക്കേഷൻ സമയത്ത് അവൾ ട്യൂഷന് പോകുന്നതിന് മുൻപ് അവളാണ് അകം അടിക്കലും തുടക്കലൊക്കെ അവൾ ചെയ്യും, മുറ്റടിക്കലൊക്കെ അവൾ ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ ക്ലാസ് തുടങ്ങിയത് കാരണം പിന്നെ ഞാനും തന്നെ അവൾക്ക് അതിനുള്ള ടൈമും കിട്ടില്ല. അവളെ കാര്യം തന്നെ അവൾക്ക് കുറച്ച് സമയം അവൾക്ക് തന്നെ അവളുടേതായിട്ടുള്ള പുറപ്പാടിനും കാര്യങ്ങൾക്കൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് അവിടെ റൂമുകളൊക്കെ തുടച്ചതിന് ശേഷം ഞാൻ ഇപ്പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ട് അവിടെയൊക്കെ തുടച്ചത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ വെക്കാനൊക്കെ ഉള്ളൊരു ഇത് വേണമല്ലോ. അപ്പോൾ അത് ഞാൻ റെഡിയാക്കിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ നിലം ഇങ്ങനെ സിമെൻറ്റ് കലക്കി ഒഴിച്ച നിലമാണ് കേട്ടോ. അത് പിന്നെ കാവിയൊന്നും ഇട്ടിട്ടില്ല. കാവിട്ടിൽ നമ്മൾ ഇനി ഫ്ലോറിൻ്റെ പണി എടുക്കുന്ന സമയത്ത് അതുവരേക്കും നമുക്ക് തുടച്ച് വൃത്തിയിലാക്കി എടുക്കാമല്ലോ വെച്ചിട്ടാണ് ഇങ്ങനെ സിമെൻറ്റ് കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ തുടച്ചപ്പോൾ നല്ല മിനുസായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല പെട്ടെന്ന് തുടച്ചൊക്കെ റെഡിയാക്കി പോരാൻ പറ്റുന്നുണ്ട്. നല്ല മിനുസുമായിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഹാളിൽ ആണ് ഇങ്ങനെ ഇപ്പോൾ വേനലൊക്കെ ആയ സമയത്ത് ഞങ്ങൾ കൂടുതലും കിടക്കൽ ഹാളിലാണ്. പിന്നെ നിലത്തും കിടക്കാൻ നല്ല സുഖമായിട്ട് തണുപ്പാണല്ലോ, ഞങ്ങളങ്ങനെയും ചെയ്യും. അപ്പോൾ അതിനിടയിൽ ചിന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിന്നു വന്നത് ഞാൻ എടുക്കാൻ മാത്രമുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിച്ച് ഞാനെന്താ വരുന്നത് നിങ്ങൾ എടുക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ പണികളിൽ
ഒന്നാമത് നമ്മൾ ഞാൻ രാവിലെ നേരെ നല്ല വെയിലുള്ള സമയത്താണ് ആ പൊന്തൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് ആ വെയിൽ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുക. അപ്പോൾ ചിന്നുവിനോട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാനവിടെ ഇനി ഏതായാലും തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മീനൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മീനൊക്കെ വറുക്കാനൊക്കെ നല്ലതിൽ നിൽക്കണമൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് എണ്ണ പൊട്ടി തെറിക്കുമ്പോഴൊക്കെ പേടിയുള്ള ആളാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് 2 കഷ്ണം അങ്ങനെ ഇട്ടാൽ തന്നെ ഭയങ്കര പേടിയിലാണ്. പിന്നീട് ഞാൻ ഇടേണ്ടി വന്നു കേട്ടോ. അവൾ 2-3 കഷ്ണമൊക്കെ അവളിങ്ങനെ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടി തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൾക്ക് പേടി. അപ്പോൾ പിന്നെ ഞാനെന്നെ ഇട്ട്. അപ്പം ഞാനെൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് വന്ന് അതിനിടയിൽ ചിന്നു കാണിക്കുന്ന ഓരോ ഷോകളാണ് കേട്ടോ അതൊക്കെ. അപ്പം ഞാൻ കുളിച്ച് വന്നതിന് ശേഷം അപ്പം എനിക്ക് കറി അടുപ്പത്തുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുളിക്കാൻ പോയ സമയത്ത്. അപ്പോൾ അത് ഏകദേശമൊക്കെ റെഡി ആവാനായിട്ടുണ്ട്. അപ്പോൾ ചിന്നു അവിടെയൊക്കെ ഫോണൊക്കെ വെച്ചിട്ട് അവളെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിനി പിന്നെ കറിക്ക് വറുത്തിടാനും ഉണ്ട്, അതേപോലെ ഓംലെറ്റ് ഉണ്ടാക്കാനുണ്ട്. അപ്പം ഞാൻ കോഴിമുട്ടയ്ക്കുള്ള ഉള്ളിയൊക്കെ എടുക്കുകയാണ്. ഉള്ളിയും പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ചിന്നു അതിനിടയിൽ ഫോൺ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് അവൾ ഓരോ കാര്യങ്ങൾക്ക് അവൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വറുത്തിടാനും അതേപോലെ മീൻ മറിച്ചിടാൻ വേണ്ടിയിട്ട് സ്പൂണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പോയത്. അതിനിടയിൽ അവൾ പിന്നെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂളിട്ടല്ല ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ അവൾ ചായ കടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടടയായിരുന്നു കടി. അപ്പോൾ അതൊക്കെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. കിഴങ്ങ് കറിയും ഓട്ടടയും ചായയൊക്കെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നതിന് ശേഷം. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കോഴിമുട്ടയൊക്കെ എടുത്തിട്ട് അവൾ കാണിക്കുകയാണ് ഞങ്ങൾക്ക്. അപ്പം ഞാനും അനിയേട്ടനും അവൾക്കും കൂടി വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ചോറിനില്ല, അപ്പോൾ എനിക്ക് അവിടെ മാറ്റി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ മാറ്റി വെച്ചിരുന്നു, പിന്നീട് അതുണ്ടായില്ല. പിന്നെ അവൾക്ക് വേണ്ടിയിട്ടൊക്കെ പിന്നെ ഉണ്ടാക്കിയിട്ടോ. ഞാൻ കോഴിമുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവൾ ഇളക്കി നോക്കുകയാണ് കേട്ടോ. അത് വീഡിയോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടേ. അപ്പം ഞാൻ കറിക്ക് ആദ്യം ഒന്ന് വറുത്തിടാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അത് വറുത്തിട്ടതിന് ശേഷം വേണം എനിക്ക് അതിൽ ഓംലെറ്റ് ഉണ്ടാക്കാനെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ ചട്ടി മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിന് തന്നെ അതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കറി വറുത്തിട്ടു. കറി ചെറിയൊരു സാമ്പാറാണ് കേട്ടോ. തേങ്ങ നിറച്ചിട്ടില്ല, ചെറിയ സാമ്പാർ പൊടിയൊക്കെ മാത്രം ഇട്ടിട്ടുള്ള സാമ്പാറാണ്. സാമ്പാർ പൊടി മാത്രമല്ല, അതിലുള്ള മറ്റുള്ള പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സാമ്പാർ. അപ്പോൾ അതും പിന്നെ ഓംലെറ്റ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ചോറ് വേണ്ട, കുറച്ച് കഴിഞ്ഞാൽ വേണ്ടി വരും, അപ്പോൾ നിങ്ങളത് മാറ്റി വെക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി വെക്കാനൊക്കെ വെച്ചു, പക്ഷേ പിന്നീടൊക്കെ അത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ മീൻ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് മീനും അതേപോലെ ഓംലെറ്റും ഒക്കെ റെഡിയായതിന് ശേഷം ഞങ്ങൾ ചോറുണ്ണാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ പാചകം ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഗ്യാസ് സ്റ്റവ് വെച്ച ഭാഗത്ത് നിന്ന് നമുക്ക് ജനലിലൂടെ നോക്കിയാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പുറത്തേക്ക് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വെയിലാണെങ്കിലും നല്ല മഴയാണെങ്കിലും ഒക്കെ നല്ല അവിടെ കാണാൻ നമുക്ക് നല്ലൊരു ഇഷ്ടം തോന്നും. ചോറൊക്കെ അപ്പോൾ ഞാനൊക്കെ ചോറൊക്കെ വിളമ്പി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയേട്ടൻ ജലദോഷം കാരണം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ ഡോക്ടറെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങൾ ചോറിന് കേട്ടോ. ഞാനും അനിയേട്ടനും ചിന്നുവിന് വേണ്ടാത്തതുകൊണ്ട് ചിന്നു അവിടെ നിന്നു. ഞങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ വേഗം പിന്നെ ഒന്ന് ഉറങ്ങാൻ പോയിട്ടുണ്ട്. ഞാനും അനിയേട്ടനും എല്ലാവരും ഒന്ന് കുറച്ച് നേരം കിടന്നു. അപ്പോൾ കിടന്ന സമയത്ത് നല്ല ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറിനതിൻ്റെ ഇടയിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഞങ്ങൾ ചോറിനോണ്ടിരിക്കുക, അവൾ സെൽഫി മോളിലൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ഞങ്ങൾ കിടത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നായക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴ വന്ന പോലെ അങ്ങോട്ട് പോകും, നല്ല വരവ് വന്നു, പക്ഷേ അതേപോലെ പോവുകയും ചെയ്തു. ഞങ്ങൾ സ്കൂട്ടിയിൽ അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഏട്ടൻ്റെ വീട്. അധികം ദൂരമൊന്നുമില്ല. അധിക ദൂരം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നടക്കാവുന്ന ദൂരം. നടക്കാൻ മണ്ണുള്ള സമയത്തപ്പോൾ നമുക്ക് ഒരു മടിയാണല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ സുന്ദരനും കുഞ്ഞുമണിയൊക്കെ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനും ഉണ്ട് കേട്ടോ അപ്പുറത്ത് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഹരിക്കുട്ടന് പിന്നെ നായക്കുട്ടീനെ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ല കുട്ടികളെ എടുക്കണ പോലെ. അപ്പോൾ ഞാനും ചെന്നിട്ട് അവനെ മേടിച്ചിട്ടോ. അപ്പോൾ നല്ലൊരു ഇണക്കുള്ളൊരു നായക്കുട്ടി കേട്ടോ. അവന് നല്ല ഒരു എന്താണെന്ന് പറയാ, കുട്ടികളെ പോലെ തന്നെ ഭയങ്കര
കുട്ടികളും അതേ സ്വഭാവം ഉണ്ട് ഇവന്. ചിന്നുവിൻ്റെ ഹരിക്കുട്ടൻ്റെ കയ്യിൽ വല്ല തിന്നണ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവനത് കിട്ടണം. ഇവന് അത്രയും സമയം വേണ്ടാത്ത ആൾ ഇവർ തിന്നണ കാണുമ്പോൾ ഇവന് വേണം. അപ്പം അങ്ങനെയൊക്കെ ഒരു സ്വഭാവം. പനിയുടെ അതിനെയൊക്കെ എടുത്തിട്ട് താലോലിക്കുകയാണ് കേട്ടോ, താരാട്ട് പാടുകയാണ്. അപ്പോൾ അപ്പുറത്ത് കുറച്ച് നായ്ക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോരാൻ സമയത്ത് അവനിങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ. ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആൾ കണ്ട് പുറത്തേക്ക് ഇങ്ങോട്ട് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ.